എൻ്റെ നാത്തൂൻ ഉണ്ടാക്കുന്ന നെയ്ച്ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. കുക്കർ വെച്ചിട്ട് ആദ്യം തന്നെ സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ക്യാരറ്റും ഒരു വലിയ സവോളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചൂടായി വന്ന സൺഫ്ലവർ ഓയിലിലോട്ട് ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണേ. ഗ്രീൻ ബീൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇവിടെ അതില്ലാത്തത് കൊണ്ടാണ് അത് ഇടാഞ്ഞത്. ഈ സവാളയും ക്യാരറ്റും ഒരുപാട് നേരം ഒന്നും ഇട്ട് ഇളക്കി വഴറ്റി കൊടുക്കണ്ട കേട്ടോ. അതിൻ്റെ പച്ചമണം ഇല്ലേ, അത് പോണ വരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. 2 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ 4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിൽ മറ്റേ പട്ട ഗ്രാമ്പൂ ഇല്ല അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. പക്ഷെ കൂടിപ്പോരുത്. കൂടിപ്പോയാൽ ഭയങ്കര ഒരു കുത്തലായിരിക്കും ചോറിന്. ആവശ്യത്തിനുള്ളത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഏലക്കായും 2-3 ഇട്ട് കൊടുക്കണേ. ഇനിയിപ്പം വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അരി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത്ര അരി കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അങ്ങനെ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അരി കഴുകി അതിലേക്ക് ഇടുന്നുണ്ട്. എല്ലാവരും ചിലപ്പം ഒരേ മെത്തേഡിലല്ലായിരിക്കുമല്ലോ അല്ലേ വെക്കുന്നത്. അപ്പോൾ ഇതും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഈ സെയിം റെസിപ്പി ഞാൻ ചെയ്താലും ഈ ഒരു സെയിം ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ ഒരിക്കലും. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വന്നാൽ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി. നെയ്ക്കുപ്പി ജസ്റ്റ് ഒന്ന് ഞാനിതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ആ കട്ട പിടിച്ചിരിക്കുന്ന നെയ്യൊന്ന് ആ ചൂട് തട്ടി ഉരുകാൻ വേണ്ടിയിട്ടാണ്. ചോറൊക്കെ സെറ്റായി ആവിയൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെയ്യ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുക്കറിൽ തന്നെ അത് വെക്കരുത് കേട്ടോ. ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് വേറൊരു ചെമ്പിലോട്ട് അപ്പം തന്നെ ഞങ്ങൾ തട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നോമ്പ് തുറക്കാൻ ടൈമായി. ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ. പിന്നെ കുറച്ച് കടികളുണ്ട്. കട്ട്ലേറ്റ്, സമൂസ, പരിപ്പുവടയൊക്കെ ഇത് ഇവിടെ ഉണ്ടാക്കിയതല്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ കുറച്ച് നാരങ്ങ വെള്ളവും കൂടെ കൊച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നോമ്പ് പിടിച്ചിരിക്കുമ്പോൾ നോമ്പ് തുറന്ന ഉടനെ നാരങ്ങ വെള്ളം ആരും കുടിക്കരുത് കേട്ടോ. പച്ചവെള്ളം കുടിച്ചിട്ടേ നാരങ്ങ വെള്ളം കുടിക്കാവുള്ളൂ. കാരണം ബോഡിക്ക് അത്ര നല്ലതല്ല. അങ്ങനെ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പിന്നെ ഞാൻ സമൂസയാണ് കേട്ടോ കഴിച്ചത്. സമൂസ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന കേട്ടോ നോമ്പ് തുറന്നത്. നോമ്പ് തുറന്ന ഉടനെ ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ വയറപ്പം തന്നെ ഫുള്ളാവും. പിന്നെ ഫുഡൊക്കെ നമ്മൾ രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് കഴിക്കാറ്. അസുഖമാണെങ്കിൽ വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും അവളെ വീഡിയോ എടുക്കണ്ടെന്നും പറഞ്ഞ് ഫോണ് ഒരൊറ്റ പൊത്തലായിരുന്നു കേട്ടോ.